യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്ഭുതങ്ങൾ എന്ന് കേൾക്കുന്ന ഇടങ്ങളിലേക്ക് ആവേശത്തോടെ ഓടാൻ താല്പര്യം കാണിക്കുന്നവരാ നമ്മിലേറെ പേരും. അവിടെ എത്തി ആ അത്ഭുതങ്ങളെ നന്നായി ഒന്ന് കണ്ടു മനസ്സിലാക്കാൻ, ഒന്ന് ആസ്വദിക്കാൻ, അല്ലെങ്കിൽ ആ അത്ഭുതങ്ങളെ ചോദ്യം ചെയ്യാനൊക്കെയാണ് നമ്മുടെ ഉത്സാഹം. പക്ഷേ ഇതിനൊക്കെ ഒടുവിൽ നാം നമ്മോട് തന്നെ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എൻ്റെ മാത്രം ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ല? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരികയാണ് കാരിസ്മോൻ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കൽ. ദൈവവചനത്തോട് ചേർന്ന് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ജീവിതം എങ്ങനെ അനുഗ്രഹപ്രദമാകുന്നു എന്ന് സാക്ഷ്യം കേട്ടുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ആഷ്ലി തോമസ്. ഞാൻ കൂടല്ലൂർ ഇടവകയിൽ നിന്ന് വരികയാണ്. ഒരു 2 വർഷമായിട്ട് ഞാൻ പുറത്തോട്ട് പോകുന്ന നേഴ്സാണ്. അപ്പോൾ ഒരു 2-3 വർഷം ഞാൻ ജോലി ചെയ്തു. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഒരു 2 വർഷമായിട്ട് ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് കുറേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കി. പക്ഷേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റണില്ല. 2 തവണ ഡൽഹിക്ക് പോയി, അതെല്ലാം തടസ്സങ്ങൾ വരുമായിരുന്നു, എനിക്കൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇത്തവണ ഞാൻ നാട്ടിൽ വന്നിട്ട് OET ചേർന്നു. ഇപ്പോൾ ഈ ലാസ്റ്റ് ചൊവ്വാഴ്ച വന്ന റിസൾട്ടിൽ ഞാൻ പാസ്സായിട്ടുണ്ട് OET. അപ്പം ഇന്ന് ഞാൻ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനിപ്പം വിശ്വസിക്കുകയാണ്, ഇതിനു മുമ്പ് ഞാൻ നടന്നത് മുഴുവൻ എൻ്റെ പദ്ധതി അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾക്ക് പുറകെയായിരുന്നു. എൻ്റെ ഇരട്ട സഹോദരിയുണ്ട്, അവൾ സൗദിക്ക് പോയപ്പോൾ എനിക്കും അവളുടെ കൂടെ പോകണമെന്നായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ പുറകെ വെമ്പൽ കൊണ്ട് ഓടുമായിരുന്നു. ഇപ്പം ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, അതായത് എന്നെക്കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന പദ്ധതി അതിലും വലുതാണ്. ഇനി ഞാൻ സൗദിക്ക് പോകുന്നതിന് പകരം ഇനി എനിക്ക് അയർലൻഡിന് പോകാൻ പറ്റും 6-7 മാസത്തിനുള്ളിൽ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം, ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ആവശ്യമായ അഷ്ടാംഗ മാർഗങ്ങളെക്കുറിച്ചാണ്. ഞാൻ ഈയിടെയും ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അഷ്ടാംഗ യോഗ. അതിൻ്റെ 8 സ്റ്റെപ്സിനെ കുറിച്ച് ഒക്കെ അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഇപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു കാര്യമാണ്, അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു 8 കാര്യങ്ങൾ അഷ്ടാംഗ മാർഗങ്ങളായിട്ട് നമുക്കും കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 18-19 വചനങ്ങളുടെ കാതലായ സന്ദേശം അതാണ്.
ദൈവത്തിൻ്റെ നാമം, ദൈവദൂതൻ്റെ നാമം അത്ഭുതമാണ്. അതുപോലെ തന്നെ 19-ാമത്തെ വചനം പറയുന്നൊരു കാര്യമാണ്, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന് അവർ കാഴ്ചകൾ സമർപ്പിച്ചു എന്ന്. ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം ഞാനൊന്ന് വായിക്കാം. ഹെബ്രായർ 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തൻ്റെ ഇഷ്ടാനുസരണം പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം അത്ഭുത പ്രവർത്തകനാണെന്ന് സാക്ഷ്യം നൽകി. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഇഷ്ടാനുസരണം ദൈവം ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതോടൊപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന ഒരു വചനഭാഗമാണ് റോമാലേഖനം 9-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. ആ വചനം കൂടി ഞാനിപ്പോൾ വായിക്കാം. എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവനോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുൾ ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഈ 2 വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത്, ദൈവം നമ്മളിൽ അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് നമ്മുടെ ഭാഗത്ത് നിന്നും നമ്മൾ ഏറ്റെടുക്കേണ്ട അഷ്ടാംഗ മാർഗങ്ങൾ, 8 വഴികൾ വളരെ പ്രത്യേകമായി ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ വഴി, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് നാം ഒരത്ഭുതം പ്രതീക്ഷിക്കണം. ഇംഗ്ലീഷിൽ പറയും എക്സ്പെക്റ്റ് എ മിറക്കിൾ ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ. എക്സ്പെക്റ്റ് എ മിറക്കിൾ എന്ന് പറഞ്ഞാൽ അത്ഭുതം പ്രതീക്ഷിക്കണം. ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വചനഭാഗം. ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് 2 അന്ധന്മാരുടെ കാര്യം പറഞ്ഞിരിക്കുന്നതാണ്. ഈ അന്ധന്മാർ കർത്താവിനെ സമീപിച്ചു. നിശ്ചയമായിട്ടും കാഴ്ച ലഭിക്കാൻ, സൗഖ്യം ലഭിക്കാൻ അവരോട് ദൈവം ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കർത്താവ് അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ, ഡു യു എക്സ്പെക്റ്റ് എ മിറക്കിൾ? ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതിന് മറുപടി കിട്ടിയതിന് ശേഷമാണ് ആ അന്ധന്മാർക്ക് കർത്താവ് കാഴ്ച നൽകിയത്. കാരണം അവർ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നിനക്ക് ഞങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് അവരുടെ വിശ്വാസ പ്രഖ്യാപനമായിരുന്നു. അതിന് ദൈവം അത്ഭുതകരമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള വചനഭാഗം വായിച്ചാൽ അവിടെ നമ്മൾ കാണുകയാണ്, അത്ഭുതം പ്രതീക്ഷിച്ച ഒരു കുഷ്ഠരോഗി. അവൻ മനസ്സിൽ കുറിച്ചിട്ടു, കർത്താവിൻ്റെ അടുത്തെത്താൻ എനിക്ക് സാധിച്ചാൽ, ആ കർത്താവിനെ കണ്ട് എൻ്റെ അഭ്യർത്ഥന അവിടുത്തെ മുമ്പിൽ ഉണർത്തിക്കാൻ എനിക്ക് സാധിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. ഒരു കുഷ്ഠരോഗി മറ്റ് രീതിയിലൊന്നും സുഖപ്പെടാൻ പോകുന്നില്ല. അവനറിയാം, വൈദ്യശാസ്ത്രത്തിനോ മറ്റേതെങ്കിലും കാര്യത്തിനോ അവനെ സുഖപ്പെടുത്താനാവില്ല. അവൻ കുഷ്ഠരോഗിയായിട്ട് മരിക്കേണ്ടി വരും. പക്ഷേ അവൻ കർത്താവിൽ നിന്ന് ഒരത്ഭുതം പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് അവൻ വന്ന് പറഞ്ഞത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. ഒരത്ഭുതം പ്രതീക്ഷിച്ച് യേശുവിനെ സമീപിച്ച ആ കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത്ഭുതം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും
അത്ഭുതങ്ങൾ നടക്കേണ്ടതിന് ആ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുവാനും കർത്താവിലേക്ക് തിരിയുവാനും നമുക്ക് സാധിക്കണം. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 44 മുതലുള്ള വചനഭാഗം വായിച്ചാൽ, ലൂക്ക 8:44 മുതൽ, ഒരു രക്തസ്രാവക്കാരി സ്ത്രീ വർഷങ്ങളായിട്ട് രക്തസ്രാവം അനുഭവിച്ച് ഉണ്ടായിരുന്നതെല്ലാം ചികിത്സയ്ക്കായിട്ട് ചെലവാക്കി അങ്ങനെ സൗഖ്യം പ്രാപിക്കാതെ, അതുപോലെ തന്നെ അവൾ ദരിദ്രയായി തീർന്ന അവസ്ഥ. കർത്താവിൻ്റെ പക്കലേക്ക് വരുമ്പോൾ അവളുടെ മനസ്സിൽ ചില ചിന്തകളുണ്ടായിരുന്നു. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കാൻ സാധിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. അവൾ ഒരത്ഭുതം പ്രതീക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, മറ്റു പല രീതിയിൽ പോയിട്ടും നടക്കാതിരുന്ന കാര്യം അവൾ പറയുകയാണ്, യേശുവിന് ഇത് ചെയ്തു തരാൻ പറ്റും. എനിക്കവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് സ്പർശിക്കാൻ സാധിച്ചാൽ എനിക്ക് സൗഖ്യമുണ്ടാകും. അവൾ അതുപോലെ ഒരത്ഭുതം പ്രതീക്ഷിച്ചതിൻ്റെ റിസൾട്ട്, ഫലമെന്തായിരുന്നു? അവളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ ആഗ്രഹവുമുണ്ട്. അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ്. നമ്മൾ ഏറ്റെടുക്കേണ്ട ഒന്നാമത്തെ വഴി ഇതാണ്. ഒരത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവിലേക്ക് തിരിയുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട്, ഈ അഷ്ടാംഗ മാർഗങ്ങളിൽ രണ്ടാമത്തെ വഴിയായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്, നമ്മൾ ഒരു വിശുദ്ധീകരണത്തിന് തയ്യാറാവുക എന്നത്. പ്രിയപ്പെട്ടവരെ, അശുദ്ധിയുള്ളിടത്ത് അത്ഭുതം നടക്കില്ല. അശുദ്ധിയുള്ളിടത്ത് അത്ഭുത രോഗശാന്തികൾ കടന്നു വരില്ല. വിശുദ്ധീകരണം നടക്കുമ്പോഴാണ് അതിനെല്ലാം സാധ്യത ഏറുന്നത്. ജോഷുവ 3-ാം അധ്യായം 5 മുതലുള്ള വചനഭാഗത്തിൻ്റെ സന്ദേശം അതാണ്. നിങ്ങളെ വിശുദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതം കാണും. കാരണം ഞാൻ അത്ഭുതം പ്രവർത്തിക്കും. ആര് എപ്പോൾ അവരെ തന്നെ വിശുദ്ധീകരിക്കുന്നുവോ അവിടെ ഞാൻ അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് വാഗ്ദാനം നൽകിയിരിക്കുന്നതാണ്. ദൈവത്തിന് ആ വാഗ്ദാനത്തിൽ നിന്നും പുറകോട്ട് പോകാൻ പറ്റില്ല. കുറേ നാളുകളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ അത്ഭുത രോഗശാന്തി ആയിരിക്കാം, മറ്റേതെങ്കിലും വിധത്തിലുള്ള അത്ഭുതമായിരിക്കാം, കാണാൻ നമുക്ക് പറ്റാതെ പോയെങ്കിൽ നമ്മളിനി കണ്ടെത്തണം നമ്മുടെ വിശുദ്ധീകരണം പൂർണ്ണമായോ ഇല്ലയോ എന്നുള്ളത്. വീണ്ടും നമ്മൾ കാണുന്നൊരു കാര്യമാണ് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ മോശയ്ക്ക് ദൈവം പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. ഇസ്രായേൽ ജനം മഹത്തായ കാര്യങ്ങൾ കാണും, അത്ഭുതകരമായ കാര്യങ്ങൾ കാണും. ഞാൻ അവരുടെ പക്കലേക്ക് ഇറങ്ങി വരുന്നത് അവർ കാണും. പക്ഷെ ഇതെല്ലാം സംഭവിക്കേണ്ടതിന് നീ പോവുക, 2 ദിവസത്തെ പരിപാടി അവരെ നീ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. 3-ാം ദിവസം അവരൊരുമിച്ച് കൂടട്ടെ. മോശയുടെ കാര്യത്തിൽ ദൈവത്തിന് സംശയമില്ലായിരുന്നു. വിശുദ്ധി കാത്തു സൂക്ഷിച്ചൊരു വ്യക്തിയാണ് മോശയെന്ന്. ആ മോശയോട് ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, നീ പോവുക ജനത്തിൻ്റെ പക്കലേക്ക്. 2 ദിവസം നീ ചെയ്യേണ്ട കാര്യമാണ് വിശുദ്ധീകരണം. അവർ കുളിക്കണം, വസ്ത്രങ്ങൾ ശുദ്ധിയാക്കണം, അതുപോലെ തന്നെ ആന്തരികവും ശാരീരികവുമായിട്ടുള്ള ആ വിശുദ്ധി അവർ പ്രാപിക്കട്ടെ. 3-ാം ദിവസം കർത്താവ് പറഞ്ഞ പ്രകാരമുള്ള വിശുദ്ധീകരണം കഴിഞ്ഞിട്ട് സീനായ് മലയിൽ അവരൊരുമിച്ച് കൂടി. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ദൈവം ഇറങ്ങി വന്നതിൻ്റെ അടയാളങ്ങൾ. ആ മല മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു. ഇടിമുഴക്കം പോലത്തെ ശബ്ദമുണ്ടായി. ആദ്യമേ അവിടെ ഒരുമിച്ച് കൂടിയ ജനം ഭയന്നു വിറച്ചു. പക്ഷെ അവർക്ക് ദൈവത്തെ കാണാൻ പറ്റി. ദൈവം അത്ഭുതകരമായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത് അവർക്ക് ദർശിക്കാൻ സാധിച്ചു. അതിൻ്റെ പിന്നിൽ നടന്നൊരു കാര്യമാണ് വിശുദ്ധീകരണം. പ്രിയപ്പെട്ടവരെ, 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 3 മുതൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ഞാൻ അഭിലഷിക്കുന്നത്.
കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ വിശുദ്ധീകരണം. അതിന് ദൈവം നൽകിയിരിക്കുന്ന വചനം നമ്മൾ ഏറ്റെടുത്ത് ആ വചനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റും. ജെറമിയായുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനം, കർത്താവിൻ്റെ വചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുമ്പസാരം എന്ന കൂദാശ നമ്മളെ വിശുദ്ധീകരിക്കുന്ന കൂദാശയാണ്. ഒരു രോഗശാന്തി, അത്ഭുത രോഗശാന്തി, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. വചനം വായിച്ചും വചനം കേട്ടും നല്ല കുമ്പസാരം നടത്തിയും ആ വിശുദ്ധീകരണത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കണം എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ വഴിയാണ്, മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ സജീവ വിശ്വാസത്തിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, യാക്കോസിലെ 5-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അത്ഭുത രോഗശാന്തിക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രാർത്ഥിച്ചാൽ പോരാ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങൾ നടക്കുന്നതിന് തടസ്സമാകാറുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, സംശയം. യാക്കോസിലെ 1-ന്റെ 6-ാമത്തെ വചനം പറയുന്നുണ്ട്, സംശയിക്കുന്നവർക്കൊന്നും കിട്ടില്ല, സംശയിക്കുന്നവർ അത്ഭുതം കാണില്ല. മാത്രമല്ല, നമ്മൾ രണ്ടാമത്തെ ഒരു തടസ്സമായിട്ട് എടുത്തു കാണിച്ചിരിക്കുന്നതാണ് അല്പവിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം. മത്തായി 13-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് യേശുവിന് അധികമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത്? അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് അവരുടെ അവിശ്വാസം, അല്പവിശ്വാസം അതുമൂലമാണ് എന്ന്. നമ്മുടെ വിശ്വാസം വളരണം, അപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 3-ാമത്തെ തടസ്സമാണ് അന്ധവിശ്വാസം. നമുക്ക് വേണ്ടത് സത്യവിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, വചനത്തിലുള്ള വിശ്വാസം. അതിനു പകരം അന്ധവിശ്വാസങ്ങളാണ് നമ്മളെ നയിക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്ഭുതങ്ങൾ കണ്ടെന്ന് വരില്ല. പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ ഒരു ചുവടുവയ്പായി, ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് വില കൊടുക്കാൻ മനസ്സ് വയ്ക്കുക എന്നുള്ളത്. വില കൊടുക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കുക. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം, അതുപോലെ തന്നെ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം, 10-ാം അധ്യായം, ഈ അധ്യായങ്ങളിലെല്ലാം നമ്മൾ കാണുന്നു ദാനിയേലും അവനോടൊപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ വില കൊടുക്കാൻ തയ്യാറായി. അവർ രുചികരമായ ഭക്ഷണങ്ങൾ വേണ്ടാന്ന് വെച്ച്, വീഞ്ഞും ലഹരി പാനീയങ്ങളും വേണ്ടാന്ന് വെച്ച് ത്യാഗമെടുത്തപ്പോൾ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള ആത്മീയ കരുത്ത്, വരങ്ങൾ അവർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ത്യാഗോജ്വലമായിട്ട് അവർ പ്രാർത്ഥിച്ചു. ദാനിയേൽ 3:17 മുതൽ വായിച്ചാൽ, ജീവൻ പോലും ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായി വിശ്വാസ പ്രഖ്യാപനം നടത്തിയപ്പോൾ അഗ്നിയിൽ നിന്നും അത്ഭുതകരമായി ദൈവം അവരെ കാത്തു സൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ ജീവിതത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ജീവിതം നേരെയാക്കി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അനീതി, അസത്യം എന്നിവ നമ്മുടെ ജീവിതത്തിൽ കിടന്നാൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 15 മുതൽ, ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 21 മുതൽ, അവിടെയെല്ലാം നമ്മൾ കാണുന്നത് അസത്യം, അനീതി തുടച്ചു മാറ്റി നമ്മുടെ ജീവിതത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതാണ്, നമുക്ക് കണ്ണീരിൽ കുതിർത്ത നിലവിളി സ്വർഗത്തിലേക്ക് ഉയർത്താൻ സാധിക്കണം. വിലാപങ്ങൾ 2-ാം അധ്യായം 18-19 വചനം വായിക്കുമ്പോൾ, രാവും പകലും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. ജോബിൻ്റെ പുസ്തകം 35-ാം അധ്യായം 13-ാമത്തെ വചനം വായിച്ചാൽ, ഈ നിലവിളി പൊള്ളയായ നിലവിളി ആകരുത്. പാപിയുടെ നിലവിളി
പൊള്ളയായ നിലവിളിയാണ്. പൊള്ളയായ നിലവിളിക്ക് ദൈവം ഉത്തരം നൽകുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ദൈവത്തോട് തീക്ഷ്ണമായി മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുക. മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം, ജയിലിൽ കിടന്ന പത്രോസ് പുറത്തു വരാൻ, അതും അത്ഭുതകരമായി പുറത്തു വരാനുള്ള കാരണം ഒരു കൂട്ടം ആളുകൾ അതിശക്തമായി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി എന്നുള്ളതാണ്. അവസാനമായിട്ട് 8-ാമത്തെ മാർഗം പങ്കുവയ്ക്കാനുള്ള മനസ്സാണ്. തോബിത്ത് 2-ാം അധ്യായം വായിച്ചാലും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ വായിച്ചാലും പങ്കുവയ്ക്കാനുള്ള മനസ്സ് കാണിച്ചെടുത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ പങ്കുവയ്ക്കാനുള്ള മനസ്സ് കാണിക്കുന്നതിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലും നമ്മളിലൂടെ മറ്റനേകരുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, യേശു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, വചനത്തിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനുള്ള അഷ്ടാംഗ മാർഗങ്ങളെക്കുറിച്ചാണ് വചന വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ചത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. തക്ക സമയത്ത് നമുക്ക് വേണ്ടത് നൽകുന്ന ദൈവമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മുടെ എല്ലാ ജീവിത അവസ്ഥകളെയും ദിവ്യകാരുണ്യനാഥൻ്റെ പക്കലേക്ക് നമുക്ക് കൊണ്ടുവരാം. വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഒരത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ദൈവം നമുക്കായി അത്ഭുതം പ്രവർത്തിക്കും. ഈ സമയം നമ്മുടെ എല്ലാ അവസ്ഥകളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് ഉയർത്തി സമർപ്പിക്കാം. എത്ര നീറുന്ന പ്രശ്നങ്ങളാണെങ്കിലും, ഏതെല്ലാം വഴിക്ക് പോയിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളാണെങ്കിലും വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് ഒന്ന് ഉയർത്തി സമർപ്പിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ അതെല്ലാം ഏൽപ്പിച്ച് വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യം നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയത്ത് സ്വർഗം നമ്മുടെ പക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതായി കണ്ടുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ, അവിടുത്തെ അത്ഭുത ശക്തി ഓർത്ത് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, യേശുവേ, അങ്ങയുടെ നാമം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കർത്താവേ അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇഷ്ടാനുസരണം അവിടെ നിന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ വിശ്വാസത്തോടെ, ആ ബോധ്യത്തോടെ ഒരത്ഭുതം കാണുവാൻ ആഗ്രഹിച്ച് ഞങ്ങളങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൈകൾ കൂപ്പാം. ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. വിശ്വാസത്തോടെയുള്ളൊരു നോട്ടം, സ്നേഹത്തോടെയുള്ളൊരു നോട്ടം അത്ഭുതം നടക്കുവാൻ കാരണമായേക്കാം. ഹൃദയത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ അത്ഭുതകരമായി ദൈവം പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാവും. നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെ ആകട്ടെ, ആത്മീയ തലത്തിലുള്ളൊരു പ്രശ്നമാണോ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ പറ്റാത്തത്, വിശ്വാസം വരാത്തത്, ജോലി ചെയ്യാൻ പറ്റാത്തത്, ഒരുപക്ഷെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാത്തത്, പലവിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നത്, പലവിധ രീതിയിൽ നോക്കിയിട്ടും ചില കാര്യങ്ങൾ നടക്കാതിരിക്കുന്നത്,
നമുക്കതെല്ലാം ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരാം. മനുഷ്യരുടെ പ്രവർത്തനങ്ങളെക്കാൾ ദൈവത്തിൻ്റെ പ്രവൃത്തി, അതാണ് പ്രധാനപ്പെട്ടത്. കർത്താവേ, ഞങ്ങളോട് ദയ കാണിക്കണമേ, കരുണ കാണിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങിപ്പോൾ ഒരത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കണ്ണീരിൽ കുതിർത്തിയുള്ള നിലവിളി ഉറപ്പായും അത് സ്വർഗത്തിലെത്തും. അതിനുള്ള പ്രതിഫലം കർത്താവ് നമുക്ക് നൽകും. നമുക്കിപ്പോൾ നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അവസ്ഥകളെയും സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈ ഭൂമിയിലുള്ള സകലരെയും ഒരുപക്ഷെ നമ്മളെക്കാൾ ഒരുപാട് പ്രയാസത്തിൽ ബുദ്ധിമുട്ടിലിരിക്കുന്ന എല്ലാ മക്കളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്കിപ്പോൾ ദൈവത്തെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ കരങ്ങൾ മാത്രമല്ല, വിശ്വാസം ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങളങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതകരമായി ഞങ്ങളിൽ പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കണമേ. കർത്താവേ, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. ഈശോയെ, അങ്ങ് കൽപ്പിച്ചതെല്ലാം സംഭവിച്ചു എന്നുള്ളത് വചനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങ് വിളിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നിലവിളിക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനും അങ്ങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തെ സമർപ്പിക്കുന്നു. കണ്ണീരോടെയുള്ള ഇവരുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരിലേക്ക് മാത്രമല്ല, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും കർത്താവേ, അവിടുത്തെ ശക്തി അയക്കണമേ. അത്ഭുതങ്ങൾ കണ്ട് ആനന്ദിക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും അങ്ങയുടെ നാമം പ്രചരിപ്പിക്കുവാനും ഈ മക്കൾക്ക് അനുഗ്രഹമരുളണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യാധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളെയും പ്രശ്നങ്ങളെയും രോഗങ്ങളെയും ശാസിച്ചു മാറ്റി നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും വിശുദ്ധീകരണവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യ